പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. മരണവാർത്തയാണ്, ആരും മുഷിപ്പ് തോന്നരുത്. എല്ലാവരും ദുആ ചെയ്യുക. വളരെ വേദനിപ്പിക്കുന്ന രണ്ടു പേരുടെ മരണവിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. മരണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരും 5 നേരം ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഈ മഴക്കാലം തുടങ്ങിയിട്ട് ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് കണ്ണീരിലാണ്. ഒരുപാട് മക്കളാണ് പുഴയിലും കുളത്തിലും മുങ്ങി മരണപ്പെട്ടു പോയത്. പടച്ചറബ്ബ് കുടുംബത്തിനൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടിരിക്കുന്നത് കോതമംഗലം സ്വദേശിയായ ആമിന എന്ന് പറയുന്ന ഈ പൊന്നുമോൾ. 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കണ്ടവരെ ഇന്ന് കാണാത്ത അവസ്ഥയാണ്. എല്ലാവരും പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുക. ആരോടും ദേഷ്യവും പരിഭവവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. മരിക്കും വരെ പടച്ചറബ്ബ് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. ഈ ഒരു പൊന്നുമോള് മരണപ്പെട്ടിരിക്കുന്നത് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ്. ഒരു നേഴ്സാണ് ഈ പൊന്നുമോള്. കുറ്റിപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഈ മോളെ അബോധാവസ്ഥയിൽ കാണുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത്, ചില മരണങ്ങൾ നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം. പടച്ചറബ്ബ് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണത്രേ ഇത് സംഭവിച്ചത്. ആശുപത്രിയിലെ ഒരു മുറിയിൽ ഈ മോള് അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് കണ്ടത്. ഉടനെ തന്നെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോട്ടക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി 11 മണിയോടെ മരണപ്പെടുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ മരണം. ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ ദുനിയാവിലെ നമ്മുടെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ജീവിക്കാൻ പടച്ചറബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സഹോദരൻ അജ്മാനിൽ വെച്ച് മരണപ്പെടുന്നത്. പരിന്തൽമണ്ണ പീച്ചിരി സ്വദേശിയായ അഫ്സാൻ എന്ന 31 വയസ്സുകാരനാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിൻ്റെ മരണകാരണം ഇദ്ദേഹത്തെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. മരണകാരണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് UAE പ്രവാസിയായിരുന്നു മരണപ്പെട്ടുപോയ അഫ്സാൻ. മയ്യത്ത് ഇന്ന് നാട്ടിലെത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പടച്ചറബ്ബ് കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകുമാറാകട്ടെ. ആമീൻ. ആ മയ്യത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്ത് ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. പടച്ചറബ്ബ് അദ്ദേഹത്തിന് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ ഈ മോൻ്റെ കാര്യമാണ് നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്നത്. 4 ദിവസമായി ഈ പൊന്നുമോനെ ഇനിയും കണ്ടെത്താനായില്ല. ഒരുപാട് പേര് നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ജുറൈജിൻ്റെ കാര്യം എന്തായി, ജുറൈജിന് കിട്ടിയോ? ഒരുപാട് പേരുടെ പ്രാർത്ഥനയുമുണ്ട്. എല്ലാവരും ഇന്നും പ്രതീക്ഷയിൽ തന്നെയാണ് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ കുടുംബത്തോടൊപ്പം പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പടച്ചറബ്ബ് വിചാരിക്കാതെ ഒരു ഇല പോലും അനങ്ങില്ല. ചിലപ്പോൾ നമ്മൾ കരുതുന്നതൊന്നുമല്ല സംഭവിക്കുക. പടച്ചറബ്ബ് കാരുണ്യവാനാണ്, അത്ഭുതം കാണിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാണ്, 4 ദിവസമായി ഈ പൊന്നുമോനെ പരപ്പനങ്ങാടി പാലത്തിങ്ങൽ പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇന്നും ഊണും ഉറക്കമില്ലാതെ ആ മോനു വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. 4 ദിവസമായിട്ടും കണ്ടെത്താനായില്ല. ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. പടച്ചറബ്ബ് അവരുടെ മനസ്സിന് ധൈര്യം കൊടുക്കട്ടെ. ആ മോനെ കിട്ടുന്നവരെ ആ മനസ്സിന് സമാധാനം കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് പടച്ചറബ്ബ് ജീവനോട് തന്നെ ആ മോനെ കൊണ്ടുപോയി കൊടുക്കട്ടെ. പടച്ചറബ്ബ് എന്തെങ്കിലും അത്ഭുതം കാണിക്കുമായിരിക്കും, അല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്ക് ഈ ഒരു പാലത്തിങ്ങൽ ന്യൂക്കട്ടിൽ കാണാതായിട്ടുള്ള ജുറൈജിന് വേണ്ടിയിട്ടുള്ള 5-ാം ദിവസത്തെ തിരച്ചിലാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്പോട്ട് നമ്മുടെ പൂരപ്പുഴ ബ്രിഡ്ജിൻ്റെ താഴെയാണ്. പൂരപ്പുഴ ട്രെയിൻ പോണ പാലാണ് കാണുന്നത്. ഇതാണ് ബസ് പോണ പാലട്ടോ. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അടിയിലൊക്കെ ആയിരുന്നു ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത്.
അതിന് ഇവിടെ അടിയൊഴുക്ക് കൂടുതലുള്ളതുകൊണ്ടായിരുന്നു ഇന്നലെ 3 ഭാഗത്തായിട്ട് ഷട്ടറുകൾ താത്തിയിട്ടുണ്ടായിരുന്നത്. ഷട്ടറുകൾ താത്തിയത് കൊണ്ട് കുറേ വെള്ളം കുറഞ്ഞിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അതിന് ഇന്ന് ജുറൈജിനെ കുറിച്ചുള്ള ഒരു വിവരം നമുക്കൊക്കെ കിട്ടുമായിരിക്കും. എന്നുവെച്ചാൽ കൂടുതൽ ആളുകൾ ഇന്ന് ജുറൈജിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. കടലുണ്ടി പുഴയിൽ ന്യൂകട്ടിൽ ഈ പൊന്നുമോനെ കാണാതായത്. 4 ദിവസമായിട്ട് വിവിധ സംഘങ്ങൾ ഊർജിതമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ ആ മോനെ കണ്ടെത്താനായില്ല. ഇന്ന് തീർച്ചയായും നമുക്ക് രണ്ടിലൊരു വിവരം ലഭിക്കും. താനൂര് എടക്കടപ്പുറം സ്വദേശി കമ്മാക്കാൻ്റെ പുരക്കൽ ഷാജഹാൻ്റെ മകനാണ് ജുഹൈജ്. 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മക്കളെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പക്ഷേ എന്നാലും ഇന്നത്തെ മക്കൾ പറഞ്ഞാൽ അനുസരിക്കാതെ നമ്മുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇവർ മരണത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് മക്കൾ അങ്ങനെയാണ് മരണപ്പെട്ടത്. മാതാപിതാക്കൾ അറിയുന്നില്ല, വീട്ടുകാരറിയുന്നില്ല. അവസാനം വീട്ടിലെത്തുന്നത് വെള്ള പുതച്ച നമ്മുടെ മക്കളെയാണ്. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ. ഈ മക്കളോടൊക്കെ ഒരുപാട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു അത്രേ, നല്ല അടിയൊഴുക്കുള്ള പുഴയാണ്, ഇറങ്ങരുത് എന്ന്. പക്ഷേ അവർ കൂട്ടാക്കിയില്ല. എന്താണറിയില്ല, പടച്ച റബ്ബിൻ്റെ വിധി ചിലപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തെന്നായാലും പടച്ച റബ്ബ് നമ്മുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ആ പൊന്നുമോന് എന്താണോ ഹൈറ് അത് നടക്കട്ടെ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കളെ നീ തളർന്നു പോകാതെ സംരക്ഷിക്കണേ റബ്ബേ. ആ പൊന്നുമോനെ നമ്മൾ ഇന്നും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് റബ്ബേ. ജീവനോടെ തിരിച്ചു തന്നേക്കണേ റബ്ബേ. ഇന്നെന്തെന്നായാലും രണ്ടിലൊരു വിവരം നമുക്ക് ലഭിക്കും. കൂടുതൽ ആളുകൾ തിരച്ചിലിനായി ഇറങ്ങുന്നുണ്ട്, നാവികസേനയൊക്കെ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. നമ്മുടെ ഖൽബിൽ നീ ഈമാൻ നിലനിർത്തി തരണേ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിപ്പിച്ച് കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നല്ല സാലിഹ്യങ്ങളായ സാലിഹത്തായ മക്കളാക്കി തരണേ റബ്ബേ. നാടിനും വീടിനും ഉപകാരമുള്ള മക്കളാക്കി തരണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജുറൈജിന് വേണ്ടി എല്ലാവരും മനം നൊന്തൊന്ന് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ.